നായ്ക്കളുടെ ആക്രമണം ഇന്ത്യയിൽ വർദ്ധിക്കുന്നുവെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണം നേരത്തെ ഉണ്ടായിരുന്നു. തെരുവ് നായ്ക്കളെക്കാട്ടും കൂടുതൽ പ്രാധാന്യം മനുഷ്യർക്ക് കൊടുക്കണമെന്ന്. കേരള ഹൈക്കോടതി നേരത്തെ ഈ നായ്ക്കളുടെ ശല്യത്തെ പരാമർശിച്ച് പറഞ്ഞിരുന്നു. നായ്ക്കളെ സ്നേഹിക്കുന്ന മനുഷ്യസ്നേഹികൾ ധാരാളം കൂടിക്കൂടി വരികയാണ്. പക്ഷേ സമൂഹത്തെപ്പറ്റി അവർക്ക് ചിന്തയില്ല, നായ്ക്കളെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് വന്യജീവി ആക്രമണത്തിൽ നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏകദേശം കേരളത്തിൽ 847 പേര് കൊല്ലപ്പെട്ടു. അതിൽ 540 എണ്ണം പാമ്പ് കടിയേറ്റ് തന്നെയാണ്. കേരളത്തിലെ തെരുവുകളിൽ നായ്ക്കളുടെ സംഖ്യ കൂടിക്കൂടി വരികയാണ്. അവരെ സംരക്ഷിക്കണമെന്ന് മനുഷ്യസേവി ഈ നായ്ക്കളെ സ്നേഹിക്കുന്നവരും പിന്നാലെയുണ്ട്. അതൊന്നും വില പോകില്ല ഇനി. കാരണം സുപ്രീം കോടതി ഇന്ത്യയുടെ പല ഭാഗത്തും പ്രത്യേകിച്ച് കേരളത്തിൽ ധാരാളം നായ്ക്കളെ റോഡ് കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. അവർ മെയിൻ സ്ട്രീറ്റിൽ കൂടെ നഗരങ്ങളെ കൂട്ടമായി നടക്കുന്നു. 3-4 എണ്ണം ഒന്നിച്ചായി കഴിഞ്ഞാൽ അവർ കൊച്ചുകുട്ടികളെയും മനുഷ്യരെയും ആക്രമിച്ച് കടിച്ച് കീറുന്ന സംഭവങ്ങൾ ധാരാളമായി. ആൻറ്റി റാബീസ് കുത്തിവയ്പ്പൊക്കെ പലരും നടത്തിയെങ്കിലും ചിലരൊക്കെ മരണപ്പെട്ടു പോയി. കഴുത്തിന് ഏൽക്കുന്ന കടി കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് ബ്രെയിനിലേക്ക് അഫക്റ്റ് ചെയ്ത് ആൻറ്റി റാബീസ് മരുന്ന് കൊണ്ട് പ്രയോജനം ചെയ്യില്ല എന്നും കേരളത്തിലെ വിദഗ്ധരും പറഞ്ഞു കഴിഞ്ഞു. അത് മൃഗജനന നിയമങ്ങൾ ABC പ്രകാരം നടപ്പാക്കാൻ ഭരണാധികാരികൾ പരാജയപ്പെട്ടു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി ജസ്റ്റിസ് വിക്രംനാഥ്, സന്ദീപ് മേത്ത, NV അഞ്ചരിയ എന്നീ 3 പേരുടെ ബെഞ്ചിലാണ് ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. നമുക്ക് ഓസ്ട്രേലിയയിലെ അവിടെ കങ്കാരുക്കൾ പെറ്റുപെരുകുമ്പോൾ അവർ കുള്ളിങ് നടത്തും. കാരണം അവിടുത്തെ സ്ക്വയർ മൈൽ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റർ ഏരിയയിൽ ഇത്ര മുഖങ്ങളെ കങ്കാരുക്കൾ പാടുള്ളൂ. വംശവർധന കൂടി കഴിഞ്ഞാൽ അവർ എണ്ണം എടുത്തിട്ട് ബാക്കിയുള്ളതിനെ വെടിവെച്ച് കൊല്ലുകയാണ്. അല്ലെങ്കിൽ വലിയ ശല്യമാണ് അവിടെ. അവിടുത്തെ പട്ടികളെ ആക്രമിക്കുന്നുണ്ട് കങ്കാരുക്കൾ, മൃഗങ്ങളെ ആക്രമിക്കുന്നുണ്ട്, മനുഷ്യനെ ആക്രമിക്കുന്നുണ്ട്. കാരണം പെറ്റുപെരുകയാണ്. അപ്പോൾ ഓസ്ട്രേലിയ അതാണ് കുള്ളിങ് നടപ്പാക്കുന്നത്. ഇന്ത്യയിലും അത് തീർച്ചയായിട്ടും നടപ്പാക്കേണ്ടി വരും. തെരുവുകൾ നായ്ക്കൾക്കുള്ളതല്ല. അതുകൊണ്ട് ആ കാര്യം മറന്നു പോകരുത് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും പഞ്ചായത്തുകളും. അവർക്ക് അധികാരം നൽകിയിട്ട് പ്രയോജനമില്ല. കാരണം അധികാരമുള്ളവരാണ് ഈ നായ്ക്കളെ യഥേഷ്ടം റോട്ടിൽ കൂടെ അലഞ്ഞു തിരിയാൻ അനുവദിക്കുന്നത്. കേരള മുനിസിപ്പാലിറ്റി ആക്ട് ആൻഡ് റൂൾസ് ഇതിനകത്ത് കൃത്യം പറയുന്നുണ്ട്. 438 അലഞ്ഞു തിരിയുന്ന പട്ടികളെയും അല്ലെങ്കിൽ നായ്ക്കളെയും പന്നികളെയും നശിപ്പിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അത് അവിടുത്തെ പഞ്ചായത്തിലെ സെക്രട്ടറി, മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറി, കോർപ്പറേഷൻ സെക്രട്ടറിക്കാണ് അധികാരം 438 പ്രകാരം കൊടുത്തിരിക്കുന്നത്. അവർ ആ പട്ടിയെ അല്ലെങ്കിൽ ആ നായയെ സംരക്ഷിക്കുക, അത് 2-3 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഉടമസ്ഥർ വന്നില്ലെങ്കിൽ അതിനെ നശിപ്പിക്കുക. സ്ട്രീറ്റുകളും അതുപോലെ റോഡുകളൊക്കെ മനുഷ്യനുള്ളതാണ്. അവിടെ നായ്ക്കൾ കയ്യേറുന്നത് നല്ലതല്ല. അതുകൊണ്ട് 438 പ്രയോഗിച്ചില്ലെങ്കിൽ ആ കോർപ്പറേഷൻ അല്ലെ പഞ്ചായത്ത് അല്ലെ മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കെതിരായിട്ട് നടപടി വേണ്ടി വരും. ജനങ്ങൾ അങ്ങനെ ആരെങ്കിലും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കൺസേൺഡ് പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും അല്ലെ കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരായിട്ട് കോമ്പൻസേഷൻ കേസ് ഫയൽ ചെയ്യണം. എങ്കിലും അവർ നടപടി എടുക്കുകയുള്ളൂ. അവർക്ക് നിയമം കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവർ ചെയ്യില്ല. അവർ മനുഷ്യസ്നേഹികളുടെ വിരട്ടിൽ അവർ വീണുപോകും. അങ്ങനെയല്ല, മനുഷ്യൻ്റെ ജീവന് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കും, മൃഗങ്ങൾക്കല്ല. അതുപോലെ 435 പ്രകാരം മനുഷ്യമാലിന്യങ്ങൾ തിന്നുന്ന ചില മൃഗങ്ങളുണ്ട്, അത് നിരോധിച്ചിട്ടുണ്ട്. 435 മുനിസിപ്പാലിറ്റി ആക്ട്. അതുപോലെ ഈ 437 പ്രകാരം മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം അല്ലെ പഞ്ചായത്ത് ആക്ട് പ്രകാരം പട്ടികളെ വളർത്തുന്നവർക്ക് ലൈസൻസ് വേണം. അവർ പീരിയോഡിക്കലായിട്ട് മരുന്ന് കുത്തിവെക്കണം. അതില്ലെന്നെങ്കിൽ ആ പട്ടികളെ പിടിച്ചെടുക്കണം കോർപ്പറേഷന് അല്ലെ മുനിസിപ്പാലിറ്റി അല്ലെ പഞ്ചായത്ത്. പിടിച്ചെടുത്തിട്ട് 2-3 മാസത്തിനകം അവരതിന് പരിഹാരം ഉണ്ടെങ്കിൽ ആ പട്ടികളെ നശിപ്പിച്ച് കളയണം. അത് കാരണം പട്ടികൾ പെരുകുകയാണ് കേരളത്തിൽ. ഇവിടെ മൃഗസ്നേഹികളുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും പട്ടികളെ അല്ലെങ്കിൽ നായ്ക്കളെ സംരക്ഷിക്കണം ആഗ്രഹമുള്ളവർ അവരവരുടെ ലിസ്റ്റ് ഓരോ പഞ്ചായത്തിൽ എടുക്കുക. അങ്ങനെ ആരെങ്കിലും അങ്ങനെ എടുത്ത ആൾക്കാർ ഈ മൃഗസ്നേഹികളായിട്ട് നടക്കുന്നവർ പട്ടികളെ സംരക്ഷിക്കണം അല്ലെങ്കിൽ നായ്ക്കളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അവർക്കെതിരായി
ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അവരൊന്നെങ്കിൽ അത് ഏറ്റെടുത്ത് നടത്തുക. ഓരോ പഞ്ചായത്തിൽ എത്ര പേരുണ്ടെന്ന് ലിസ്റ്റ് എടുക്കണം പഞ്ചായത്ത് സെക്രട്ടറി. എന്നിട്ട് അവിടുന്ന് കോമ്പൻസേഷൻ അവരെ ഈടാക്കണം. നിയമ നടപടികളായിട്ട് പോട്ടെ, എങ്കിൽ ഇത് പര്യവസാനിക്കും. റോഡിൽ കൂടെ അലഞ്ഞു തിരിയാൻ പട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. പട്ടികളെ ആവശ്യമുള്ള മൃഗസ്നേഹികൾ അവരുടെ വീട്ടിൽ പട്ടികളെ വളർത്തണം, നായ്ക്കളെ വളർത്തണം. അതിന് ലൈസൻസ് പഞ്ചായത്തോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ കൊടുക്കും. അത് പീരിയോഡിക്കലായിട്ട് അതിൻ്റെ വാക്സിനേഷൻ നടത്തണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്കും അപകടകരമാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒരു ശാശ്വത പരിഹാരം കൺസേൺഡായ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിയെ അവർക്കെതിരായിട്ട് നിയമ നടപടിയിലോട്ട് പോകണം. പട്ടി മൂലം കടിയേറ്റ് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കോമ്പൻസേഷൻ അവർ ആ വ്യക്തികളിൽ നിന്ന് ഈടാക്കണം. അവരുടെ സ്വത്തുക്കളിൽ നിന്ന് ഈടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ മുന്നോട്ട് പോയെങ്കിലേ കേരളത്തിൽ ഇതിനൊരു പരിഹാരമുണ്ട്. റോഡ് കൈവശപ്പെടുത്തി അവിടെ ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന തിന്ന് നടക്കുന്ന ധാരാളം നായ്ക്കൾ കേരളത്തിലുണ്ട്. അവർ കൂട്ടം കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ഗുണം ഒറിജിനൽ അതിൻ്റെ ആ സ്വഭാവം കാണിക്കുമെന്നാണ് നമ്മൾ കരുതേണ്ടത്. ഒരു നായ്ക്കൾ 1-2 നായ്ക്കളാണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല. കൂട്ടം കൂടി നിൽക്കുന്ന നായ്ക്കൾ അറ്റാക്ക് ചെയ്യും. ആ ഒരു പ്രവണത നായ്ക്കൾക്കുള്ളതാണ്. കാട്ടിലാണെങ്കിലും നമുക്കറിയാം, കാട്ടിലുള്ള ചില നായ്ക്കളുടെ സ്വഭാവം അത് കൂട്ടം കൂടി നിന്നാണ് അറ്റാക്ക് ചെയ്യുന്നത്. അവർ വേട്ടയാടുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് 438 അനുസരിച്ച് മുനിസിപ്പാലിറ്റി ആക്ട് അനുസരിച്ച് പന്നികളെയും പട്ടികളെയും നശിപ്പിക്കാനുള്ള അധികാരം സെക്രട്ടറിക്കുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അങ്ങനെ ഒരു കടിയേറ്റിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സാ ചെലവുകളും മറ്റും ആ കോർപ്പറേഷൻ സെക്രട്ടറി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് കൊടുക്കണം. അതുപോലെ 437 കൂടാതെ 436 അനുസരിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്ത് സ്ഥിരമായി ശല്യം ചെയ്യുന്ന ആരെങ്കിലും മൃഗങ്ങളെ വളർത്തി ശല്യം ചെയ്യുന്ന ആൾക്കാർക്കെതിരായിട്ട് അവരെ ആ മൃഗങ്ങളെ പിടിച്ചു കൊണ്ടുപോകാനുള്ള അധികാരം 436 പ്രകാരം കേരള മുനിസിപ്പാലിറ്റി ആക്ട് ആൻഡ് റൂൾസിനകത്തുണ്ട്. അപ്പോൾ അത് നടപ്പാക്കണം. അതുതന്നെയല്ല, നായ്ക്കളോട് ശത്രുത പാടില്ലെങ്കിൽ അത് ആടിനെയും കോഴിയെയും എങ്ങനെയാണ് നമ്മൾ കൊല്ലുന്നത്? സുപ്രീം കോടതി ചോദിച്ച കാര്യമാണ്. നായ്ക്കളോട് വലിയ സ്നേഹമാണ്. അപ്പോൾ നമ്മൾ ആടിനെയും പട്ടിനെയും നിർദാക്ഷിണ്യം കൊന്നു തിന്നുന്നോ നമ്മൾ? അപ്പോൾ അതുകൊണ്ട് അത് തന്നെയല്ല, സുപ്രീം കോടതി പരിഹാസ രൂപത്തിൽ ചില കാര്യങ്ങളൂടെ ചോദിച്ചു. കാരണം അത് നായ്ക്കൾക്ക് ഇനി കൗൺസിലിംഗ് കൊടുക്കണമോ ഇല്ലയോ? കേരളത്തിലുള്ള നായ്ക്കൾക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ ആ നായ് സ്നേഹികൾ അല്ലെങ്കിൽ മൃഗസ്നേഹികൾ തയ്യാറാണോ എന്നുള്ള പരിഹാസ രൂപത്തിൽ തന്നെയാണ്. ഈ മനുഷ്യൻ്റെ ജീവനാണ് നമ്മൾ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, നായ്ക്കൾക്കല്ല, മൃഗങ്ങൾക്കല്ല എന്ന് മനസ്സിലാക്കണം. ഫോറസ്റ്റൊക്കെ നമുക്ക് സംരക്ഷിക്കണം. പക്ഷേ അവിടുത്തെ കടുവകളും അവിടുത്തെ ആനകളും അല്ലെങ്കിൽ പുലികളും നാട്ടിലോട്ടിറങ്ങി കുട്ടികളെ എടുത്തുകൊണ്ട് പോയി ഭക്ഷിക്കുന്നത് അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളതിന് കർശനമായ നടപടി എടുക്കണം. അവനെ കൊന്നുകളയണം ആ മൃഗങ്ങളെ. കാരണം അങ്ങനെ ഒരു വാസന ലഭിച്ച മൃഗങ്ങൾ, മനുഷ്യമാംസം അല്ലെ മനുഷ്യരക്തം ഭക്ഷിച്ച ആ മൃഗങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വേട്ടയാടും. അതിനെ കണ്ടെത്തി കൊല്ലുക മാത്രമല്ല, അങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്ന മൃഗങ്ങൾ എത്രണ്ണം ഉണ്ടെങ്കിൽ ശരി അതിനെ തീർച്ചയായിട്ടും കൊന്നുകളയാൻ തന്നെ പറ്റുള്ളൂ. അതിനകത്ത് ഈ ഫോറസ്റ്റ് ആക്ടിനകത്തും അതുപോലെ അങ്ങനെ നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് വെളിയിലിറങ്ങി വന്നാൽ ആ ഫോറസ്റ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്ന് സർക്കാരല്ല അവരിൽ നിന്നും അവർ കോമ്പൻസേഷൻ ഈടാക്കാനുള്ള നടപടിയിലേക്ക് ഇനിയും ജനങ്ങൾ സഞ്ചരിക്കണം. എങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരമുള്ളൂ. ആന ഇറങ്ങി എത്ര പേരെ കൊല്ലുന്നു, കടുവ ഇറങ്ങി, അതുപോലെ തന്നെ നമ്മൾ പുലി ഇറങ്ങി, അങ്ങനെയൊക്കെ എത്ര മൃഗങ്ങളാണ് നാട്ടിലേക്ക് ഇറങ്ങി ആൾക്കാരെ കൊല്ലുന്നതും അവരുടെ വിളകൾ നശിപ്പിക്കുന്നതും. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ആ നിർദ്ദേശം അനുസരിച്ച് നായ്ക്കളുടെ ആക്രമണം അത് സംഘം ചേർന്ന് നടത്തുന്ന ആ ആക്രമണത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് ABC പ്രകാരം പോലും ഉണ്ടാക്കാനായിട്ട് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള വസ്തുതകളാണ് വരുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള വന്യജീവി ആക്രമണത്തിന് എതിരായി തീർച്ചയായിട്ടും ആൾക്കാർ സംഘടിക്കണം. അത് മൃഗസ്നേഹികൾ അല്ല നായ്ക്കളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അതാത് പഞ്ചായത്തിൽ അവരുടെ കണക്കെടുക്കണം. അവർ ഇതിന് പ്രതിരോധം അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരെ ഇന്ന് നഷ്ടപരിഹാരം ഈടാക്കണം. കാരണം അത് രജിസ്റ്റർ ചെയ്യണം, അല്ലെ അവരെ കണ്ടെത്തണം. അങ്ങനെ സംഘടനകളുണ്ടെങ്കിൽ ആ സംഘടനകളുടെ ഡീറ്റെയിൽസ് അത് ആരാണ് നടത്തുന്നത്, ആ ഭാരവാഹികൾ ആരാണ് എന്നൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അതുതന്നെ സുപ്രീം കോടതി അടുത്ത കാലത്ത് ഫെറോഷ്യസ് ആയ ഡോഗ്സിനെ വളർത്താൻ പറ്റില്ല,
കാരണം 21 ഇനം പട്ടികളെ ഇന്ത്യയിൽ വളർത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുള്ള കാര്യം നമ്മൾ മറക്കരുത്. അതൊക്കെ കണ്ടെത്തിയിട്ട് വേണം നടപടി എടുക്കാൻ. അതുപോലെ പബ്ലിക് ഇൻട്രസ്റ്റിൽ ധാരാളം കേസുകൾ ഇതിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാകുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്.